ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് കേട്ടോ. ഈ ഇഞ്ചിക്കറി നമുക്ക് ഒരാഴ്ച വരെയൊക്കെ പുറത്ത് സൂക്ഷിക്കാം കേട്ടോ. ചട്ടിയിൽ തന്നെ സൂക്ഷിക്കാം. നമുക്ക് എന്നും ഒന്ന് തിളപ്പിച്ച് വെച്ചിരുന്നാൽ മതി, പൂപ്പൽ പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു വലിയ തേങ്ങയുടെ അരമുറിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 3 കഷ്ണം ഇഞ്ചി, വലിയ 3 കഷ്ണം ഇഞ്ചി ഉണ്ട്, ഒരു 10 ചുവന്നുള്ളി ഉണ്ട്, പിന്നെ 1 ടീസ്പൂണ് കുരുമുളകുണ്ട്, പിന്നെ 2 തണ്ട് കറിവേപ്പിലയും. ഇതെല്ലാം കൊണ്ട് നമുക്ക് തേങ്ങയുമായിട്ട് വറുത്തെടുക്കാനാണ്. അതിന് മുമ്പായിട്ട് ഈ ഇഞ്ചി ഉണ്ടല്ലോ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചിട്ട് അതിൻ്റെ പകുതി നീരെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പകുതി നീര് നമ്മൾ മാറ്റി വെച്ചത് ബാക്കി കറിയിൽ ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ആ കറി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ല ആ ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങയിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച ഐറ്റംസ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും തേങ്ങ വറുത്തെടുക്കരുത്, നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. നമ്മൾ വറുത്തെടുക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ഷെയ്ഡിൽ തേങ്ങ വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് മൂത്ത് മണം വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ തേങ്ങ നന്നായിട്ട് നാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അധികം വെള്ളം ചേർക്കാതെ നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പം അരയാൻ വേണ്ടി മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ 2 വറ്റൻമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരച്ചെടുത്ത ജാറിൽ അല്പം മാത്രം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ തൊടുകറിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലക്കകത്തൊക്കെ വിളമ്പുമ്പോൾ ഇലക്കകത്ത് ഇരിക്കത്തില്ല, ഒഴുകിപ്പോവും. അപ്പോൾ അല്പം മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞത് ചേർക്കുവാണ്. അത് മൊത്തം ചേർക്കുന്നില്ല, പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ആ പിഴിഞ്ഞ് വെച്ച ഇഞ്ചിയുടെ 1 ടീസ്പൂൺ ചാറാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിക്ക് നല്ലൊരു ടേസ്റ്റും അതേപോലെ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. ഈ ഇഞ്ചിയുടെ എരിവും പിന്നെ ചേർത്ത് കൊടുത്ത പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂണ് നമ്മൾ ശർക്കരയല്ല നമ്മുടെ കരിപ്പെട്ടി ചീയതും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ചിട്ട് എണ്ണയൊന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഓണത്തിന് ഇഞ്ചിക്കറി വെക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു.